ഐതിഹ്യങ്ങളുടെ അതിരുകൾ വിട്ട് അയ്യപ്പന് ചരിത്ര പുരുഷന്റെ പരിവേഷം പകരുന്ന പ്രതിഭാസമാണ് തിരുവാഭരണം. ആഭരണങ്ങൾക്കുപയോഗിച്ചിരിക്കുന്ന തങ്കത്തിന്റെ തൂക്കം ഇനിയും നിർണയിച്ചിട്ടില്ല. മകരസംക്രമ സന്ധ്യയിൽ ദീപാരാധന സമയത്ത് ശബരിമല ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ എല്ലാ വർഷവും ധനുമാസം 28-ാം തീയതിയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്നത്. 3 ദിവസമാണ് ഘോഷയാത്ര. നൂറ്റാണ്ടുകളായി പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ബാക്കി പത്രമാണ് മുടങ്ങാതെയുള്ള ഈ യാത്ര. പന്തളത്ത് നിന്നുള്ള ഘോഷയാത്ര കടന്നു പോകുന്നത് ഒരു പ്രത്യേക പാതയിലൂടെയാണ്. അയ്യപ്പൻ പന്തളം കൊട്ടാരം വിട്ടിറങ്ങി ശബരിമലയിലേക്ക് പോയി എന്ന് കരുതുന്ന കാനനപാത വഴിയാണ് തിരുവാഭരണ യാത്ര കടന്നു പോകുന്നത്. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന രാജപ്രതിനിധി അടക്കമുള്ള സംഘം, അകമ്പടി സേവിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ, പോലീസ് അധികാരികൾ, ഭക്തജനങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ തിരുവാഭരണ യാത്രയെ അനുഗമിക്കാറുണ്ട്. കാലമേറെ കഴിഞ്ഞിട്ടും ആധുനിക യാത്രാ സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിട്ടും ഈ പാതയിൽ നിന്ന് അണുവിട വ്യതിചലിച്ചിട്ടില്ലെന്നുള്ളതും തിരുവാഭരണ പാതയുടെ പ്രാധാന്യവും പവിത്രതയും വ്യക്തമാക്കുന്നു. പന്തളം മുതൽ 13 വില്ലേജുകളിലായി 83 കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് തിരുവാഭരണ പാത. പന്തളത്ത് നിന്ന് എല്ലാ വർഷവും ധനുമാസം 28-ാം തീയതി ഇരിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര 8-ാം നാളിലാണ് മടങ്ങിയെത്തുക. പന്തളത്ത് നിന്ന് ശബരിമലയ്ക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്കിടെ 15 സ്ഥലങ്ങളിൽ പേടകങ്ങൾ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകും. ഇതുകൂടാതെ 31 സ്ഥലങ്ങളിൽ പേടകങ്ങൾ ഇറക്കി വെച്ച് ഭക്തർക്ക് കാണിക്കയർപ്പിക്കാനും അവസരമുണ്ട്. ആദ്യ ദിവസം കുളനട, കൈപ്പുഴ കൊട്ടാരം, ഉള്ളന്നൂർ, കുറിയാനിപ്പള്ളി, കിടങ്ങന്നൂർ ജംഗ്ഷൻ, പാമ്പാടിമൺ ക്ഷേത്രം, ചെറുകോൽ സുബ്രഹ്മണ്യ ക്ഷേത്രം, അയിരൂർ പുതിയകാവ് ക്ഷേത്രം. 2-ാം ദിവസം ആയിക്കൽ, ഇടക്കുളം അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര ചെറുകാവ് ദേവീക്ഷേത്രം, പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രം, പെരുനാട് കക്കാട്ടുകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം, മടത്തുംമൂഴി രാജരാജേശ്വരി മണ്ഡപം, ലാഹസത്രം എന്നിവിടങ്ങളിൽ ദർശനം ലഭിക്കും. 3-ാം ദിവസത്തെ യാത്രയിൽ ശബരിമല ശ്രീകോവിലിൽ മാത്രമേ പേടകങ്ങൾ തുറക്കൂ. മടക്കയാത്രയിൽ, അതായത് മകരം 8-ാം തീയതി പെരുനാട് കക്കാട്ടുകോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തും. ശബരിമല കഴിഞ്ഞാൽ തിരുവാഭരണം ചാർത്തുന്ന ഏക ക്ഷേത്രം പെരുനാട് കക്കാട്ടുകോയിക്കൽ ശാസ്താക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ തിരുവാഭരണം ദർശിക്കാനായി എത്താറുണ്ട്.